രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങി റിസർവ് ബാങ്ക്. ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം, ആശങ്കയോടെ ബാങ്കുകളും ഫിൻടെക് കമ്പനികളും. ഉയർന്ന തുകയുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ബാങ്കുകളും ഫിൻടെക് കമ്പനികളും ആശങ്കയോടെ കാണുന്നു. RBI പുറത്തിറക്കിയ ഡിസ്കഷൻ പേപ്പർ പ്രകാരം 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾക്ക് UPI ഉൾപ്പെടെ 1 മണിക്കൂർ കാത്തിരിപ്പ് സമയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ പണം അയച്ചാലും സ്വീകരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 35,000 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ഈ പരിധി നിശ്ചയിച്ചതെന്ന് RBI വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിയന്ത്രണം ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വളർച്ചയെ ബാധിക്കാമെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ വിലയിരുത്തൽ. തത്സമയ ഇടപാടുകൾ എന്ന ആശയമാണ് UPIയുടെ പ്രധാന ആകർഷണം. അത് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാകുമെന്നാണ് ആശങ്ക. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വലിയ തുകയുടെ ഇടപാടുകളിൽ പണം ലഭിച്ചോ എന്ന് ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്ക് കാത്തിരിക്കേണ്ടി വരും. അയക്കുന്നവർക്കും ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പോൾ തന്നെ IMPS, NEFT പോലുള്ള സംവിധാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും പുതിയ നിർദ്ദേശം UPI ഇടപാടുകളെയാകും കൂടുതൽ ബാധിക്കുക. വിശ്വസ്തരായ ഇടപാടുകാരെ പ്രത്യേകം ഉൾപ്പെടുത്തുന്ന സംവിധാനം പരിഗണിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 10 വർഷം പിന്നിട്ട UPI സംവിധാനത്തിൽ 37 മുതൽ 38% ഇടപാടുകൾ വ്യക്തികൾ തമ്മിലാണ്. മൂല്യത്തിൽ ഇത് 60% വരെ എത്തുന്നു. തട്ടിപ്പുകൾ തടയാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് പൊതുവായ അഭിപ്രായം. കൂടാതെ തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുന്നതിനാൽ ഇത്തരം നിയന്ത്രണങ്ങൾ പൂർണ്ണമായ പരിഹാരമാകില്ലെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഡിസ്കഷൻ പേപ്പറിനെ അടിസ്ഥാനമാക്കി ബാങ്കുകളും ഫിൻടെക് കമ്പനികളും അവരുടെ അഭിപ്രായങ്ങൾ RBIയെ അറിയിക്കുമെന്നാണ് സൂചന. ഇവ പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം.